ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ MLAയുടെ ഓഫീസിലേക്ക് ഇത്തരമൊരു മാർച്ച് വെക്കാനിടയായ സാഹചര്യത്തെ സംബന്ധിച്ച് ഇവിടെ വിശദമായി സൂചിപ്പിക്കുകയുണ്ടായി. പാലക്കാട് നഗരസഭ കേരളത്തിനാകെ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു നഗരസഭയാണ് എന്ന് തിരിച്ചറിയുകയും അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ളത് ഈ സംസ്ഥാനത്തിൻ്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന LDFിൻ്റെ ഗവൺമെൻറ്റാണ്. കഴിഞ്ഞ 10 വർഷക്കാലത്തോളമായി ഈ നഗരത്തിലെ ജനങ്ങളുടെ അംഗീകാരവുമായിട്ടാണ് ഈ നഗരസഭാ ഭരണം മുമ്പോട്ട് പോകുന്നത്. പാലക്കാട് ഞങ്ങൾ ജയിച്ചത് ഏതെങ്കിലും എളുപ്പവഴിയിലോ സൂത്രവാക്യത്തിലൂടെയോ അല്ല. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ നഗരത്തിലെ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഓരോ പ്രദേശത്തെയും ജനങ്ങളുടെ ജീവൽ പ്രധാനവും വികസനപരവുമായ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കഴിഞ്ഞ 1/4 നൂറ്റാണ്ട് കാലമായി ഞങ്ങൾ നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിന്റെ ബാക്കിപത്രമാണ് ഈ പാർട്ടിയെ നഗരഭരണത്തിൽ ഏൽപ്പിക്കാൻ ജനങ്ങൾ തീരുമാനിച്ചത്. 5 വർഷം നഗരഭരണം പൂർത്തിയാക്കിയപ്പോൾ ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി CPM-ഉം കോൺഗ്രസും പഠിച്ച പണി 18 നോക്കിയതാണ്. നിങ്ങൾ രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഒന്നു ചേർന്നുകൊണ്ട് BJP-യെ തോൽപ്പിക്കാൻ കഴിഞ്ഞ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ പരിശ്രമിച്ചിട്ടുള്ളതാണ്. ആ പരിശ്രമത്തെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് വീണ്ടും ഭാരതീയ ജനതാ പാർട്ടിയെ ഈ നഗരത്തിലെ ജനങ്ങൾ ഭരണമേൽപ്പിച്ചത്. അന്നു മുതൽ ഇന്ന് വരെ ഈ ഭരണസമിതി അട്ടിമറിക്കാൻ, അപവാദ പ്രചരണം നടത്താൻ, ഇല്ലാത്ത കാര്യങ്ങൾ പറയാൻ, കൗൺസിലർമാരെ വ്യക്തിപരമായും കൂട്ടമായിട്ടും ആക്ഷേപിക്കാനും അധിക്ഷേപിക്കാനും എല്ലാം നേതൃത്വം നൽകിയത് ഈ ജില്ലയിലെയും ഈ പ്രദേശത്തെയും കോൺഗ്രസിന്റെയും CPM-ന്റെയും നേതാക്കന്മാരാണ്. അതെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് 5 വർഷം ഈ ഭരണസമിതി പൂർത്തിയാക്കാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ 10 കൊല്ലക്കാലത്തെ നഗരസഭാ ഭരണത്തിൽ ഈ നഗരത്തിലെ ജനങ്ങൾ ഞങ്ങൾക്ക് അർപ്പിച്ചിട്ടുള്ള വിശ്വാസമുണ്ട്. ആ വിശ്വാസം കേവലം ഒരു രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമായിട്ടുള്ളതല്ല. ഈ നഗരത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ആ ജനങ്ങളുടെ വികസന പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ ഈ ഭരണസമിതിക്ക് സാധിച്ചതുകൊണ്ടാണ്. അതിന്റെ അംഗീകാരമായിട്ടാണ് നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ സംസ്ഥാന ഗവൺമെന്റ് തന്നെ ഈ നഗരസഭയെ അംഗീകരിക്കാൻ വേണ്ടി തയ്യാറായത്. അങ്ങനെ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റും ജനങ്ങളും ഈ നഗരസഭയെ അംഗീകരിക്കാൻ തയ്യാറാകുമ്പോഴാണ് ആവശ്യമില്ലാത്ത വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഈ നഗരഭരണത്തെ ആക്ഷേപിക്കാൻ, അപവാദ പ്രചരണം നടത്താൻ CPM-ഉം കോൺഗ്രസും ഇവിടെ പരിശ്രമിക്കുന്നത്. ആ പരിശ്രമത്തിന് നേതൃത്വം കൊടുക്കാനാണ് ഈ പാലക്കാട്ടെ MLA തയ്യാറാകുന്നത്. അതുകൊണ്ടാണ് നഗരസഭാ ഭരണത്തെ അധിക്ഷേപിക്കാനും അപമാനിക്കാനും തയ്യാറാകുന്ന, അപവാദ പ്രചരണം നടത്തുന്ന MLA ഈ നഗരത്തിലെ ജനങ്ങളോട് മാപ്പ് പറയണം എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്. നിങ്ങൾ BJP ആക്ഷേപിച്ച ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. ഭാരതീയ ജനതാ പാർട്ടിയെയും BJP നേതാക്കന്മാരെയും BJP പ്രവർത്തകന്മാരെയും നിങ്ങൾക്ക് ആക്ഷേപിക്കാം. പക്ഷെ നിങ്ങൾ ആക്ഷേപിക്കുന്ന BJP അല്ലല്ലോ. നിങ്ങൾ ആക്ഷേപിക്കുന്നത് ഈ നഗരത്തിലെ ജനങ്ങളെയാണ്. ആ നഗരത്തിലെ ജനങ്ങളാണ് BJP അധികാരം ഏൽപ്പിച്ചത്. ആ നഗര സമിതി എടുത്ത ഒരു പ്രധാനപ്പെട്ട തീരുമാനത്തെയാണ് നിങ്ങൾ അധിക്ഷേപിക്കാൻ തയ്യാറാക്കുന്നത്. ഭിന്നശേഷിക്കാരായിട്ടുള്ള ഒരു കൂട്ടം വിദ്യാർത്ഥികൾക്ക് അവർക്ക് ജീവിക്കാൻ, അവർക്ക് കടന്നിറങ്ങാൻ, അവർക്ക് പഠിക്കാൻ, അവർ തൊഴിലവസരം ഉണ്ടാക്കാൻ, അവരുടെ ഭാവി ജീവിതം മെച്ചപ്പെടുത്താൻ ഒരവസരം ഉണ്ടാക്കി കൊടുക്കുന്നതിന് എന്തിനാണ് നിങ്ങൾ രാഷ്ട്രീയം കാണുന്നത്? അതിലെന്ത് രാഷ്ട്രീയമാണുള്ളത്? പാലക്കാട് നഗരസഭ എടുത്ത മാതൃകാപരമായ തീരുമാനത്തിന്റെ കൂടെയല്ലേ CPM-ഉം കോൺഗ്രസും നിൽക്കേണ്ടത്? ആ തീരുമാനം ഈ നഗരത്തിലെയും ഈ പ്രദേശത്തെയും പാവപ്പെട്ട ഒരു കൂട്ടം ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും ഗുണപരമായ ഒരു തീരുമാനമല്ലേ? ആ തീരുമാനത്തെ സ്വീകരിക്കുന്നതിന് പകരം, ആ തീരുമാനത്തിന്റെ കൂടെ നിൽക്കുന്നതിന് പകരം CPM-ഉം കോൺഗ്രസും ഈ MLA-യുടെ നേതൃത്വത്തിൽ തയ്യാറായത് ആ വിഭാഗത്തെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, നിങ്ങൾ ആക്ഷേപിച്ചത് BJP അല്ല, നിങ്ങൾ ആക്ഷേപിച്ചത് ചെയർപേഴ്സണെയോ വൈസ് ചെയർമാനെയോ അല്ല, നിങ്ങൾ ആക്ഷേപിച്ചത് 28 കൗൺസിലർമാരെയല്ല, നിങ്ങൾ ആക്ഷേപിച്ചത് ഈ നഗരത്തിലെ പാവപ്പെട്ട സാധുക്കളായ നിരാലംബരായ 100 കണക്കിന് ഭിന്നശേഷി ആളുകളെയാണ്, വിദ്യാർത്ഥികളെയാണ് ഈ MLA-യും കൂട്ടരും ആക്ഷേപിച്ചത്. അതുകൊണ്ട് അവരോടാണ് നിങ്ങൾ മാപ്പ് പറയേണ്ടത്. നിങ്ങളുടെ മാപ്പ് ഞങ്ങൾക്ക് ആവശ്യമില്ല. പക്ഷേ ഈ നഗരത്തിലെ നിസ്സഹായരും നിരാലംബരുമായ ഒരു കൂട്ടം ഭിന്നശേഷി കുട്ടികൾ, ആ കുട്ടികളുടെ രക്ഷിതാക്കന്മാർ ജീവിക്കണം, എങ്ങനെ എന്നറിയാതെ നിരാലംബരായി പോട്ട കുടുംബങ്ങൾ, ആ കുടുംബങ്ങൾക്ക് ഒരു അത്താണിയേകാൻ വേണ്ടി ഒരു നഗരഭരണം തീരുമാനിക്കുമോ ആ തീരുമാനത്തെ ഇല്ലാതെ ചെയ്യാൻ പരിശ്രമിക്കുന്നത് ആ വിഭാഗത്തെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് നിങ്ങൾ അവരോടാണ് മാപ്പ് പറയേണ്ടത്.
ആ മാപ്പ് പറയാൻ തയ്യാറാകണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. എന്താണ് നിങ്ങളുടെ പ്രശ്നം? എന്താണ് CPM-ന്റെയും കോൺഗ്രസിന്റെയും പ്രശ്നം? ഈ നൈപുണ്യ വികസന കേന്ദ്രത്തിന് ഡോക്ടർ ഹെഡ്ഗേവാറുടെ പേരിട്ടതാണോ നിങ്ങളുടെ പ്രശ്നം? ഡോക്ടർ ഹെഡ്ഗേവാർ അങ്ങനെ പേരിടാൻ പറ്റാത്ത ആളാണോ? എന്തടിസ്ഥാനത്തിലാണ് ആ നാമകരണത്തെ CPM കോൺഗ്രസും എതിർക്കുന്നത്? നിങ്ങൾക്ക് RSSനോട് വിരോധമുണ്ടാകാം, അതിൽ ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല. നിങ്ങൾ ഇതിനു മുമ്പ് വിരോധിച്ചിട്ടുണ്ടല്ലോ. പക്ഷെ ഡോക്ടർ ഹെഡ്ഗേവാർ ഈ രാജ്യത്ത് ലക്ഷക്കണക്കിന് നിസ്വാർത്ഥരായ ദേശീയവാദികളെയും ദേശസ്നേഹികളെയും വളർത്തിയെടുത്തിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിന് ജന്മം നൽകിയിട്ടുള്ള വ്യക്തിയാണ്. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് നിരവധി പ്രാവശ്യം ജയിൽവാസം അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ്. നിങ്ങൾ ഇന്ന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിന്റെ തലതൊട്ടപ്പന്മാരായ നെഹ്റു കുടുംബത്തെക്കാൾ 1000 മടങ്ങ് ദേശാഭിമാന പ്രചോദനായ വ്യക്തിയാണ് ഡോക്ടർ ഹെഡ്ഗേവാർ എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും തർക്കമുണ്ടോ? നിങ്ങളുടെ നെഹ്റു കുടുംബത്തിലെ മുത്തച്ഛനും മുതുമുത്തച്ഛനും ഒക്കെ വിദേശ രാജ്യങ്ങളിൽ പോയി വിദ്യാഭ്യാസം നേടുന്ന സമയത്ത് ഈ രാജ്യത്തിനകത്ത് സ്വാതന്ത്ര്യ സമരത്തിൽ നേതൃത്വം കൊടുത്ത് ജയിൽവാസം അനുഭവിച്ച വ്യക്തിയാണ് ഡോക്ടർ ഹെഡ്ഗേവാർ. നിങ്ങൾക്കത് നിഷേധിക്കാൻ വേണ്ടി സാധിക്കില്ലല്ലോ. ജവഹർലാൽ നെഹ്റു കോൺഗ്രസിന്റെ നേതൃത്വത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സേവാദൾ വിഭാഗത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള വ്യക്തിയാണ് ഡോക്ടർ ഹെഡ്ഗേവാർ. അതുകൊണ്ട് പഴയകാല കോൺഗ്രസുകാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ ഹെഡ്ഗേവാർ ആരാണെന്ന് അറിയാം. പുത്തംകൂറ്റുകാരായ കോൺഗ്രസുകാർക്കറിയില്ല. സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പിന്മുറക്കാരായിട്ടുള്ള ആ 2 നെഹ്റു കുടുംബത്തിന്റെ അടിവസ്ത്രവലയ്ക്ക് വെളുപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന പുത്തംകൂറ്റുകാരായിട്ടുള്ള കോൺഗ്രസുകാർക്ക് ഒരു പക്ഷേ ഡോക്ടർ ഹെഡ്ഗേവാർ ആരാണെന്ന് അറിയില്ല. ഇനി അതിന്റെ പേരിലാണ് നിങ്ങൾ പ്രശ്നമുണ്ടാക്കുന്നെങ്കിൽ ഞങ്ങൾക്ക് അതിനൊന്നും ചെയ്യാൻ നിർവാഹമില്ല. പാലക്കാട് നഗരസഭ ഒരു കേന്ദ്രത്തിന് ഡോക്ടർ ഹെഡ്ഗേവാറിന്റെ പേരിട്ടിട്ടേയുള്ളൂ. ഇന്നലെ കൊല്ലത്തൊരു അമ്പലത്തിന്റെ പൂരം ഉത്സവം കഴിഞ്ഞപ്പോൾ അവരും ഡോക്ടർ ഹെഡ്ഗേവാറിന്റെ ഫോട്ടോ എടുത്തിരിക്കുന്നു. ഇനി കേരളത്തിൽ നിങ്ങൾ എന്തെല്ലാം കാണേണ്ടിയിരിക്കുന്നു? നിങ്ങൾ എവിടെയെല്ലാം ഇത് കാണേണ്ടിയിരിക്കുന്നു? അങ്ങനെ ഡോക്ടർ ഹെഡ്ഗേവാർ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചൊറിച്ചിൽ വരുന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലോട് ഞാൻ പറയുന്നത് അതിന് വേറെ ചികിത്സ തേടി പോവുക എന്നല്ലാതെ വേറെ വഴിയൊന്നുമില്ല. ഇനി ഒരുപാട് കോൺഗ്രസുകാർക്കും CPM-മാർക്കും അത് വേണ്ടിവരും. നിങ്ങൾ വീണാ ജോർജിനോട് പറഞ്ഞ് ഈ പ്രത്യേകതരം ചൊറിച്ചിലുള്ള ഒരു ആശുപത്രി നിങ്ങൾ തുടങ്ങിക്കോ, ഫണ്ട് വേണമെങ്കിൽ കേന്ദ്രം തരാം, അതല്ലാതെ വേറെ നിർവാഹമൊന്നുമില്ല. ഡോക്ടർ ഹെഡ്ഗേവാർ ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് ആശയപരമായി നാഭീനാള ബന്ധമുള്ള ഒരു പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ്. നിങ്ങൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും CPM-കാരും കോൺഗ്രസുകാരും ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഈ രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് ആണെങ്കിൽ ഡോക്ടർ ഹെഡ്ഗേവാറിന്റെ പേര് ഇനിയും ഞങ്ങൾ ഉയർത്തും. ആ പേര് ഈ രാജ്യം മുഴുവനും ഉയരും.